ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്രേഡിന് ഇന്ന് ഡ്രൈവർ ഇല്ല. അപ്പോൾ ചെറുക്കനിവിടെ കഴിഞ്ഞ ദിവസം എഞ്ചിൻ പണിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളേതായാലും വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതിന് മുന്നേ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവറാക്കുക. അപ്പോൾ ഗൈസ്, ഈ കിടക്കണതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ ഇന്ന് അത്യാവശ്യമായിട്ട് ഇന്ന് ലീവ് എടുത്ത് പോയി. അതാണ് ഇപ്പോൾ വണ്ടി ഓടാതെ കിടക്കുവാണ് ഗൈസ്. ലേശം പൊടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഡ്രൈവറാണെങ്കിൽ അത് ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൊക്കോളാൻ പറഞ്ഞു. നമ്മുടെ വണ്ടി ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ കൊണ്ട് ഇട്ടിട്ട് വേണം ആളെ എടുക്കാൻ. ഇപ്പം നമുക്കൊരു അരമണിക്കൂറത്തെ കേസുണ്ട് ഗൈസ്. ഇവിടുന്ന് ഇച്ചിരി ദൂരമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, സാധാ ഒരു പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനെടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടിടാം. ഡോറൊക്കെ തുറന്നിട്ടേക്കുവാണ് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും BS6 ആയതുകൊണ്ട് ഓടിക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്തേക്കാം. ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ഇത് വരുന്ന 222 വീൽ ബേസ് വണ്ടിയാണ് ഗൈസ്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 210 അല്ല, 222. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലേശം പൊടിയൊക്കെ ഉണ്ട്, സാരമില്ല, അവിടെ ചെന്നിട്ടങ്ങാൻ വല്ലതും ചെയ്യാം. നമുക്ക് നേരെ വണ്ടി എടുക്കാം ഗൈസ്. ഇനിയിപ്പോൾ സമയം കളയാനില്ല. ഓക്കെ ഗൈസ്, നമ്മളേതായാലും ക്യാബിനിലോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കോമ്രേഡിൻ്റെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഡോറങ്ങ് അടച്ചേക്കാം ഗൈസ്. ഡോറടച്ച് നേരെ വണ്ടി അങ്ങ് എടുക്കാം. ഇന്ന് നമുക്ക് നല്ല ട്രാഫിക് കിട്ടുമെന്നാണ് തോന്നണത്. പോരാത്തതിന് തിങ്കളാഴ്ചയും കൂടിയാണ്. മിക്കവാറും നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. പോയേക്കാം ഗൈസ്. ഫുൾ ടാങ്ക് CNG അടിച്ചിട്ടേക്കുവാണ് വണ്ടി. വണ്ടി ഡീസലല്ല, CNG ആണ്. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം ഭൂരിഭാഗവും CNG ആണ്. നമുക്ക് ഏതായാലും വണ്ടി എടുക്കാം. പോട്ടെ. ആ വണ്ടിക്ക് നല്ല പുള്ളിങ് ഉണ്ട് ഗൈസ്. പെട്ടെന്ന് തന്നെ സ്പീഡ് 75-ലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് U-ടേൺ അടിക്കണം, അതാണ് ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഫാൻസൊക്കെ അവിടെ ഇരുന്ന് കൈ കാണിക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് എടുത്ത്. ഓക്കെ, ഇനി U-ടേൺ അടിക്കണം. കുറച്ചങ്ങ് പോകണം ഗൈസ്. U-ടേൺ ഒക്കെ വന്ന കാരണം നമുക്ക് 2 കിലോമീറ്ററൊക്കെയാണ് എക്സ്ട്രാ ഓടേണ്ടവന്. അപ്പം അതിൻ്റെ കാശൊക്കെ പിന്നെ ആര് കൊടുക്കും? ഹൈവേ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ NH വഴിയാണ് പോണത്, അതുകൊണ്ട് പെട്ടെന്ന് എത്തും. ഷോർട്ട് കട്ട് വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ചടങ്ങാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും തിരിക്കാം. തിരി BS6 ആയതുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടും. കാരണം മറ്റേ VS3 പോലെയല്ല, ഓടിക്കാനും ഒരു സുഖമാണ് ഗൈസ്. പിന്നെ ചീറ്റ ആയതുകൊണ്ട് ആർട്ട് ബ്ലൂവിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമ്മൾ ഇച്ചിരി ആർട്ട് ബ്ലൂ ഒക്കെ അടിച്ചിട്ട് പോകേണ്ട വന്നേനെ. അപ്പോൾ നമുക്കതിന് പോയേക്കാം. പോട്ടെ വേഗം പോട്ടെ. നമ്മൾ 3rd ഗിയറിൽ നിന്ന് 4th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പാടാണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് ഒന്ന് അഴിക്കണം, എന്നിട്ടൊന്ന് സെറ്റാക്കാനുണ്ട് ഗൈസ്. സൈഡിൽ കൂടി റെയിൽവേ ട്രാക്കാണ്, അങ്ങോട്ട് കയറുന്നവൻ്റെ കാര്യം ഉദാഹവ. ട്രെയിൻ എടുത്തുകൊണ്ട് പോയിക്കോളൂ. നമ്മളിതേ ഭയങ്കര സ്പീഡ് എടുത്താണ് പോക്ക്. 135. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 സ്പീഡ് ലിമിറ്റ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നേരെ പോകാം ഗൈസ്. പെട്ടി വണ്ടി മാറേ ഹോൺ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നാ പറയാനാ. അങ്ങനെ നമ്മൾ സെക്കൻഡ് മാപ്പിലോട്ട് കയറിയിട്ടുണ്ട്. നേരെ നമുക്കവിടെ ഒരു ടോള് വരുന്നുണ്ട് ഗൈസ്. മിക്കവാറും ഇന്ന് ട്രിപ്പ് ഓടാതെ തന്നെ കാശ് കയ്യിൽ നിന്ന് പോകണ അവസ്ഥയാണ്. ഇവിടെ എങ്ങാണ്ട് 5000-ഓളം രൂപയാണ് ടോളായിട്ട് അടയ്ക്കേണ്ടത്. പോട്ടെ സ്ലോ ആയിട്ട് പോയാൽ മതി. ഇനിയിപ്പോൾ 5000 രൂപ ടോള് പോയി. നമ്മുടെ കയ്യിൽ നിന്ന് ഡീസൽ പൈസ എല്ലാം പോക്കാണ് ഗൈസ്. നമ്മൾ ടോളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കേതായാലും വണ്ടി എടുക്കാം. അപ്പോൾ ഡീസൽ പൈസ പോയി, ടോൾ പൈസ പോയി ഗൈസ്. നമുക്കിന്ന് ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ആകെ പ്രശ്നമാണ്. പോരാത്തതിന് ഇന്ന് തിങ്കളാഴ്ചയും കൂടിയാണ്. നമ്മുടെ വണ്ടി ഡെസ്റ്റിനേഷനിലായിരുന്നു കടന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വേണ്ടേ നമ്മളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഈ സമയം കൊണ്ട് ഈ വണ്ടി തിരിച്ചു വരേണ്ടതാണ്. എന്തോ ചെയ്യാനാ.
നമുക്കൊരു ദിവസം 4 ട്രിപ്പാണ്. പക്ഷെ ഇപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാരണം ഒരു ട്രിപ്പ് കട്ടായി ഗൈസ്. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പെങ്കിലും സമയത്തിന് പോയി പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. മാറേ എല്ലാത്തിനും ഹോൺ അടിച്ച് പറപ്പിക്കുകയാണ് നമ്മൾ പോണത് 100 110-ലാണ്. നമ്മൾ മാക്സിമം സ്പീഡ് എടുത്ത് തന്നെ പോവും. തേർഡ് ഗിയറിൽ തന്നെ കിടക്കുവാണ്, വെറുതെ അല്ല. ഓക്കെ, 4th-ലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇത് ഗിയർ മാറാൻ കുറച്ച് കനമൊക്കെയാണ് ഗൈസ്. ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതൊക്കെ നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാം. എൻ്റെ അമ്മേ, ഇപ്പം KSRTCയിലെ മൂഡ് പൊളിച്ചോണ്ട് അങ്ങ് പോയേനെ. സാരമില്ല, പോവാം. അപ്പോൾ ഗൈസ്, ഞാനൊരു ലൈവിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. ലൈവ് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ നേരെ പോവാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പോയില്ല, അല്ലെങ്കിൽ വല്ലയിടത്തും ചെന്ന് കയറി കൊടുക്കും. ഓക്കെ, പോരാത്തതിന് ഹൈവേ ആണ് ഗൈസ്. നമ്മൾ 164-ലാണ് പോക്ക്. ഓക്കെ, അത്യാവശ്യം കൊള്ളാം ഗൈസ്, നല്ല നിരപ്പ് റോഡാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ചവിട്ടി പോയാൽ മതി. ഇവിടുന്ന് നമ്മുടെ വണ്ടി തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ എടുത്താണ് തിരിച്ചു വന്നത്. നമ്മൾ അരമണിക്കൂർ കൊണ്ട് അങ്ങ് ചെല്ലും, കാരണം നമ്മൾ ഇത്രയും സ്പീഡ് എടുത്താണ് പോക്ക്. അത്യാവശ്യം ട്രാഫിക് ഇവിടെ ഇച്ചിരി കുറവാണെന്നാണ് തോന്നുന്നത്. ആരും അങ്ങനെ ടോള് വഴി അങ്ങനെ പോക്ക് കുറവാണെന്നാണ് തോന്നുന്നത്. 5000 രൂപ ടോളും കൊടുത്ത് ഇങ്ങനെ പോണേലും ഭേദം ഷോർട്ട് കട്ട് എടുത്ത് പോണതാണ്. പക്ഷെ നമുക്ക് എത്താൻ എളുപ്പം ഇതാണ് ഗൈസ്. വേറെ വഴിയൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ ഈ ടോൾ വഴി പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പറപ്പിച്ചങ്ങ് പോവാം. അതാണ് നമ്മൾ ടോൾ വഴി തന്നെ പിടിച്ചത്. നമ്മൾ കത്തിക്കുകയാണ്. എൻ്റെ അമ്മേ, ഈ സ്പീഡ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോണ ലക്ഷണമാണ്. ഈ 202-ലാണ് നമ്മൾ പോണത്. സ്പീഡ് ഗവർണർ നമ്മൾ ഇട്ടിട്ടില്ല ഗൈസ്. നമ്മളിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് സ്പീഡ് ഗവർണറാണ്, നമ്മുടെ മാനുവലായിട്ടുള്ള സംഭവമല്ല, ഇലക്ട്രോണിക് ആണ് ഗൈസ്. ഇനിയിപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതെ, നമ്മൾ 202-ലാണ് സ്പീഡ് ഗവർണർ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി പോലീസ് അങ്ങ് പിടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്. MVD വന്നു കഴിഞ്ഞാൽ തൂക്കും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ സ്പീഡിൽ എൻ്റെ അമ്മച്ചിയെ എൻ്റെ വണ്ടി അവൻ ഇടിച്ച് പപ്പടം ആക്കിയിട്ടുണ്ട്. സൈഡ് ഒന്ന് പൊളിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. അത് സാരമില്ല, നമ്പർ പ്ലേറ്റ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, കാശ് നമ്മൾ മേടിക്കും, വിടാൻ മാട്ടെ. അവൻ്റെ വണ്ടിയും അത്യാവശ്യം നല്ല പൊളിഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്നും നോക്കിയില്ല, നമ്മൾ കത്തിച്ചിങ്ങനെ പോന്നു. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറാകുന്നുണ്ട് ഗൈസ്. ഇനി കുറച്ച് ദൂരവും കൂടി ഉള്ളൂ. നമ്മുടെ ഈ ടോളൊന്ന് കഴിയണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു 500 രൂപയുടെ അടുത്ത് CNGക്ക് ആയിട്ടുണ്ട്. ഇതിനൊക്കെ എവിടുന്ന് പൈസ? അപ്പോൾ നമ്മുടെ അടുത്തൊരു വണ്ടി നമ്മൾ സെയിലിനിടാൻ പോവാണ്, നമ്മുടെ കിങ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് റിപ്പയർ ചെയ്തുകൊണ്ടൊക്കെ വന്നു. ഇതേ നമ്മുടെ ടോള് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്, അത് കണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കലൊക്കെ ഇച്ചിരി ചടങ്ങാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ സ്പീഡ് ബ്രേക്കറൊക്കെ ഉണ്ട് ഗൈസ്. അത് കാരണം പയ്യെ പോയാൽ മതി, അല്ലെങ്കിൽ ഷോക്ക് പണി തരും. ആദ്യം നമുക്ക് അവർ തുറന്ന് തന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഒക്കെ പൈസ കൊടുത്തതാണ്, 5000 രൂപ കൊടുത്ത കാരണം പെട്ടെന്ന് പോകാൻ പറ്റും. പിന്നെ അപ്പുറം വഴി വേറൊരു വഴിയുണ്ട് ഗൈസ്. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് വഴികളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ടോൾ വഴിയാണ് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മൾ അടുത്ത മാപ്പിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. നമുക്കിത് ഇങ്ങോട്ടാണ്, ഇടത്തോട്ട് പോകണം. ഇത് നമ്മുടെ KSRTC നമുക്കിട്ട് പണി തരുവാണല്ലോ എൻ്റെ അമ്മേ. ഇതൊന്ന് മാറേ, എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് ഓടിച്ച് കയറ്റാൻ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വഴിയായിരുന്നു ഗൈസ്. ഇവൻ എന്നാത്തിന് പിന്നെ അതുവഴി ഇറങ്ങി വന്നേ, എനിക്ക് മനസ്സിലായില്ല. നമുക്ക് അവിടെയാണ് കൊണ്ട് നിർത്തേണ്ടത്. ഏതായാലും നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടി ഞാൻ വേറൊരു ഡ്രൈവറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പുള്ളി എടുത്തുകൊണ്ട് പൊക്കോളും. ഇനി 3 ട്രിപ്പും കൂടി ഓടാനുണ്ട്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ടേക്കാം ഗൈസ്. നമുക്ക് ഇവനെ ഒന്ന് ഗ്യാരേജിലോട്ടും കയറ്റണം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഗ്യാരേജിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആ ടോളിൻ്റെ അവിടെ വെച്ചൊരു ഇടിയും കൂടി കിട്ടിയായിരുന്നു സൈഡ് ബോഡിക്കിട്ട്. അത് 96% ഹെൽത്തും ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക.
പിന്നെ ലൈവ് വേണ്ടവരൊന്ന് കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ.